ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഒക്കെ വീഡിയോ ഇടാനിരുന്ന കേട്ടോ. പക്ഷേ തിങ്കളാഴ്ച കുറച്ച് പരിപാടിയായി പോയി. കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ RC കാർ കാരണം ന്യൂസിലും പത്രത്തിലൊക്കെ ആയി ഗൈസ്. നമ്മുടെ മോൺസ്റ്റർ ട്രക്കും നമ്മുടെ കുറച്ച് RC കാറൊക്കെ കാരണം നമ്മൾ എന്താ പറയുക, മനോരമ ന്യൂസിൽ ആദ്യം ഒരു ആർട്ടിക്കിളിലാണ് വന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, അതെ നമ്മുടെ പടമൊക്കെ വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോർഷ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ റിവീൽ ചെയ്യാത്ത നമ്മുടെ സുപ്ര അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് കേട്ടോ. നമ്മുടെ മോൺസ്റ്റർ ട്രക്ക്. പിന്നെ ഞാൻ പിന്നെ ഇവിടെ കുറച്ച് കാർസൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ പറഞ്ഞേക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ഇംഗ്ലീഷ് പേപ്പറാണ്. ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ആർട്ടിക്കിൾ ആദ്യമായിട്ട് വന്നത്. അത് കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ മനോരമ ന്യൂസും അതേപോലെയുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഈ ഹോബിയിലോട്ട് വന്നതും പിന്നെ മോൺസ്റ്റർ ട്രക്കിനെ കുറിച്ചും അവർക്കൊക്കെ മനസ്സിലായി തോന്നണം. മോൺസ്റ്റർ ട്രക്കാണ് നമ്മുടെ മെയിൻ. നമ്മുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ മോൺസ്റ്റർ ട്രക്കിനെ കുറിച്ചും നമ്മുടെ ഈ ഹോബീനെ കുറിച്ചുമാണ് അതിനകത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് ഈ ഹോബി തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ ഗുണം, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് എന്താ കിട്ടുന്നത്, അത് കുറച്ച് ആൾക്കാരത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് നമ്മളെപ്പോഴും തൊട്ടാണ്, ഞാനെപ്പോൾ തൊട്ടാണ് ഈ RC കാർ പ്രാന്ത് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5ാം ക്ലാസ് ആ ഒരു സമയത്ത് തന്നെ ഈ RC കാർ, കുഞ്ഞ് RC കാർ മേടിച്ച് തുടങ്ങിയതാണ്. മേടിച്ചെന്ന് വെച്ചാൽ ഒരു 500-600 നമ്മൾ പൈസ കൂട്ടി വെച്ചിട്ട് മേടിച്ചു തുടങ്ങി. അറിയില്ല കേട്ടോ, കുട്ടൂനെ അറിയാലേ. അപ്പോൾ അത് മേടിക്കും, അത് മേടിച്ചിട്ട് പൊളിച്ചിട്ട് അതുകൊണ്ട് ബോട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് അതുകൊണ്ട് ലൈറ്റ് കത്തിച്ചിട്ട് തെർമോക്കോള് വല്ല ഭിത്തിയിൽ ഒട്ടിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ ചെറുക്കൻ ഏതൊരു കാറ് പൊളിച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ടാക്കിയായിരുന്നു. എത്രാം ക്ലാസ് ആയിരുന്നു? 7 പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ RC കാറിനെ കുറിച്ചൊക്കെ അറിയായിരുന്നു. പക്ഷേ നമുക്ക് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുക എന്നുള്ള പരിപാടി ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ വീഡിയോ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിരുന്നതാണ് നമ്മൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 6000 രൂപ അടുത്തൊരു കുഞ്ഞ് കാറൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. കുഞ്ഞ് കാറ് മേടിച്ചു. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, ഹോബി അങ്ങ് തുടങ്ങി, വീഡിയോ ചെയ്തു തുടങ്ങി, ടിക്ടോക്കിൽ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോഴാണ് ഈ RC കാറിന് കൂടുതൽ എന്താ പറയുക ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത്. പിന്നെ ടിക്ടോക്കൊക്കെ നിർത്തി, അതൊക്കെ ബാനാക്കിയല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു. അപ്പോൾ നേരത്തെ അറിയാവുന്നവരൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് വന്നു. ഇനി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്തു. വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ നമ്മുടെ വീഡിയോസും എന്താ പറയുക അതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു RC കാർ കാരണം നമ്മൾ ന്യൂസിൽ വന്നത്. സത്യത്തിൽ നമ്മൾ വല്ല മരിച്ചു കഴിഞ്ഞാൽ വല്ല ചർമ്മകുളത്തിലൊക്കെ വരുള്ളൂ എന്നൊക്കെ വിചാരിച്ചതാണ്, പേപ്പറിൽ ന്യൂസിലൊക്കെ. പക്ഷേ നമ്മളൊരു RC കാർ കാരണം ന്യൂസിൽ വന്ന് കഴിച്ചു. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഈ RC കാർ കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊക്കെ ഒരു നല്ലൊരു മോട്ടിവേഷൻ ഒന്നും ഇല്ല. മോട്ടിവേഷൻ എന്ന് പറയാം, മോട്ടിവേഷൻ അടിക്കില്ല ഗൈസ്. എല്ലാവരും അവരവരുടെ രീതിയിൽ അവരവരുടെ കഴിവിൽ അവർ സെറ്റപ്പ് ആവുക. പിന്നെ ഒരു അപകടവും കൂടി ഉണ്ടായി. നമ്മുടെ മോൺസ്റ്റർ ട്രക്കിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ന്യൂസ് ചാനലിൽ നിന്ന് വന്നപ്പോഴത്തേക്കും, അതായത് ക്യാമറമാൻ്റെ സൈഡിൽ കൂടെ വണ്ടി ഞാൻ ഓടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ വേറൊരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. ആ പയ്യൻ്റെ ഗ്ലാസ് ഇങ്ങനെ ഫോൺ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്ക് ഗ്ലാസ്സിലോട്ട് ഒന്ന് വണ്ടി ഇടിച്ച് കൈയും കൂടി കൂട്ടിയാണ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് വന്ന് ഇടിച്ചത്. ഒരു 40 കിലോമീറ്റർ സ്പീഡ്, 40 അതിൽ താഴെ ഉണ്ടായുള്ളൂ. പക്ഷേ കൈ ഭയങ്കരമായിട്ട് സീനായി. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സീനായി ഗൈസ്. അത് നിങ്ങൾ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അത് ശരിക്കും കല്ലിച്ച് ചോര ഇതായി, പിന്നെ നീരൊക്കെ വെച്ച്, പിന്നെ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടി. അപ്പോൾ ഞാനിത് കണ്ടു നിൽക്കുന്നവരോട് നമ്മൾ എവിടെ ചെന്ന് RC കാർ ഓടിക്കാൻ നിന്നാലും നമ്മൾ പറയുന്നത് വെച്ചാൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം. കാരണം ഇത് ഫൺ പോലെ തന്നെ വളരെ ഡേഞ്ചറുമാണ്. എൻ്റെ തലക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കൈക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കാല് കിട്ടിയിട്ടുണ്ട്, നീരൊക്കെ വെച്ച് 2 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൺ പോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസുമാണ്. അതായത് കുട്ടികൾ ഈ RC കാർ, വലിയ RC കാറുകൾ വാങ്ങുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഡേഞ്ചറസ് ആണ്. കുട്ടികളിൽ നിന്ന് മാക്സിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കുക എപ്പോഴും. കാരണം ഇതൊരു 10 കിലോ വെയിറ്റ് ഉള്ള സാധനം ഒരു 60 അല്ലെങ്കിൽ ഒരു 70 കിലോമീറ്റർ സ്പീഡിലൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് വിളിച്ച്, അതായത് പണ്ടൊക്കെ നമ്മൾ ഈ RC കാർ കൊണ്ട് നടക്കുമ്പോൾ ഇവന് പ്രാന്താണെന്നൊക്കെ ചോദിക്കുന്നവർ അതൊക്കെ എടുത്ത് ഷെയർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അത് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഒന്നിനും ചെറുതായിട്ട് കാണരുത്.
ഈ ആൾക്കാർ നമ്മുടെ ഈ ഓരോ വീഡിയോ കാണുമ്പോഴത്തേക്കും പറയും നിനക്ക് വേറെ വല്ല പരിപാടിയില്ല, നിനക്ക് ഈ കാശ് കൊണ്ട്, ഈ RC കാർ മേടിക്കുന്ന കാശ് കൊണ്ട് വേറെ എത്രയൊക്കെ പാവങ്ങളെ സഹായിക്കാം. കഴിച്ച് നമ്മൾ സഹായിക്കുന്നുണ്ട്. നമുക്കതെടുത്ത് വീഡിയോ ആക്കി ചെയ്യാൻ പറ്റിയ ഒരു വ്ളോഗ് ചാനലല്ല ഇത്. ഇതൊരു RC കാറിൻ്റെ ഒരു ഹോബി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന മറ്റേ കാരുണ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ക്രേസ് ഇതാണ്, നമ്മുടെ ഹോബി ഇതാണ്. എല്ലാവരും ചോദിക്കും നമുക്കിത് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മളിത് കാശ് കൊടുത്ത് ഇത് മേടിക്കുന്നു, അത് എന്താ പറയുക, അത് കൊണ്ടുവന്ന് നടക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഹാപ്പിനെസ് കിട്ടും. അതാണ് നമ്മുടെ ഏണിങ്സ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് ഹോബിയിൽ. എല്ലാവരും ഈ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, വെറുതെ കളിപ്പാട്ടം മേടിച്ച് വെക്കാന്നുള്ളൊരു ഇത് കൂടിയല്ല. കാരണം സ്ട്രെസ് റിലീഫ്, അങ്ങനെ ടെൻഷൻ റിലീഫ്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ളൂ ഈ ഹോബി ഗ്രേഡ് RC കാർസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വില കൊടുത്ത് ഈ RC കാർ മേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവർ. കാരണം ഈ USA അല്ലെങ്കിൽ ദുബായിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളല്ല, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല, ഒരു 25 to അതിൻ്റെ മുകളിലോട്ട് ഒരു 60 വയസ്സ് വരെയുള്ള ആൾക്കാർ നല്ല ഹോബി ലവേഴ്സാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾ USA ചാനലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ദുബായിലെ ചാനലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാവരും ആ പ്രായത്തിലുള്ള ഒരു ഹോബിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത്രയും വാല്യൂ ഉണ്ട് ഇതിന്. അത് പതിയെ പതിയെ എല്ലാവരും മനസ്സിലായിക്കോളും. പിന്നെ ഇത് മേടിച്ചിട്ട് ഇത് ചിലവർക്ക് ഇത് ഓടിച്ചാലേ അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ. കാരണം ഇഷ്ടപ്പെടാത്തവർ ഇത് ഓടിച്ചിട്ട് ഇത് മേടിച്ചവരുണ്ട്. അപ്പോൾ ഇതൊക്കെ അത് ഫീൽ ചെയ്ത് അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിതുപോലൊരു വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ന്യൂസിൽ നമ്മൾ അതൊക്കെ തന്നെ, ആ പേപ്പറിൽ നമ്മൾ അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനിയും ഹോബി കണ്ടിന്യൂ ചെയ്യും. പിന്നെ എല്ലാവരും എൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ സിനിമോട്ടോഗ്രാഫറാണ്, ക്യാമറമാനാണ്. അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് RC എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് റീച്ചായി തുടങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. RC കാർസ് ഇന്ത്യയിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആവണം. പിന്നെ ഭാവിയിൽ അതേപോലെ ഇവിടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ വരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കോളേജ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളവിടെ ഷോ, ടെക് ഫെസ്റ്റ് അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഷോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ, കൊറോണയൊക്കെ ഒന്ന് മാറട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നടന്നു പോയേനെ. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഒരുപാട് പരിപാടി നടന്നു പോയേനെ. കാരണം സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഇപ്പോൾ എല്ലാവരും കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഒരാളെ ഇടിച്ച് സീനാക്കിയിട്ട വണ്ടിയാണ്. അവർ വന്നിട്ട് പിന്നെ പേടിച്ചു. പിന്നെ ആർക്കും ഇവൻ്റെ അടുത്ത് നിൽക്കാൻ പോലും ഭയങ്കര പേടിയായി പോയി ഗൈസ്. കാരണം അത് ഇടിച്ചിട്ടേ പയ്യനെ, ആ പുള്ളിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടെൻസ്ഡായി പെട്ടെന്ന് പേടിച്ചു പോയി പുള്ളി. കൈയൊക്കെ കാരണം അത്രയും ചോരയും ഇതൊക്കെ വന്നിട്ടേ, അപ്പോൾ കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്. അപ്പോൾ പിന്നെ ഇവനെല്ലാവർക്കും പേടിയായി. പിന്നെ എല്ലാവരും ഇത് ഓടിക്കുമ്പോൾ മാറി നിൽക്കലായി. Story's over now, I must conclude. I am conflicted, watching where I step still, hanging in the balance, not the life I want to live. I want to take it all, standing tall, fear outweighed the person you are. ഗൈസ്, അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് മേടിച്ചിട്ട് ഏകദേശം 1 വർഷവും 2-3 മാസം കഴിഞ്ഞിട്ടാ. 2 മാസം കഴിഞ്ഞു, 1 വർഷവും 2 മാസം കഴിഞ്ഞ്. ഇത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ, അതായത് ഞാനിത് കൂടുതൽ ബാഷിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. എന്നാലും കുറച്ച് സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലൊക്കെ ഭയങ്കര സ്ക്രാച്ചാണ്, കാരണം ഇത് ഫ്രണ്ട് പൊങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ റിമോട്ട് വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പതിയെ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി എവിടെയും കിട്ടാനില്ല. US പോലും നോക്കിയിട്ട് ചോദിച്ചിട്ട് അവിടെയും കിട്ടാനില്ല. ആരെങ്കിലും ദുബായിൽ പുറത്തുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡി വിലയേക്കാൾ കൂടുതൽ പൈസ തരാം. ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ വണ്ടിയാണെങ്കിൽ മെയിനായിട്ട് കിട്ടാനില്ല. അതായത് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇപ്പോൾ കിട്ടാനില്ല. അതായത് കമ്പനി സൺറൈസിംഗ് എന്ന് പറഞ്ഞ ഒരു USA ബ്രാൻഡാണ്. അപ്പോൾ ആ കമ്പനി ഈ മോഡൽ നിർത്തി. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇത് ആർക്കും വേണ്ടാണ്ടിരുന്ന വണ്ടിയായിരുന്നു. എൻ്റെ കയ്യിൽ വന്നപ്പോഴാണ് ഇതിനൊരു വില, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരു വിലയും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഈ വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അത് നമുക്കറിയാം. ഇതിൻ്റെ ബോഡിയാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഇത് ബാഷിങ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ബോഡി പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബോഡിയാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി. അത് ക്രാക്കായി കഴിഞ്ഞാൽ നമുക്കത് അതേപോലെ വേറെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ബാഷിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇതിൻ്റെ ബാഷിങ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സെൻ കൊളോസസ് GT
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കുക, പുറത്ത് ഒരു USA അല്ലെങ്കിലോ അവിടെ എവിടെയെങ്കിലും അമേരിക്കയിലെ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തെങ്ങിൻ്റെ മുകളിൽ കൂടെ പറപ്പിക്കാൻ മതി ഈ വണ്ടിയൊക്കെ, ഒരു കുഴപ്പമില്ല. കാരണം ഇത് ബിൽഡ് ക്വാളിറ്റി അപാര ബിൽഡ് ക്വാളിറ്റിയാണ്. കാരണം ഇത് പറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പറപ്പിച്ചാൽ എന്തെങ്കിലും ബോഡി ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ പോകും. അപ്പോൾ അത് കാരണമാണ് ഇത് ബാഷിങ് കാര്യങ്ങളും ചെയ്യാത്തത്. ബാഷിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് വേറെ വണ്ടി എടുക്കാം, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടി വിറ്റിട്ടാണ് കാറ് മേടിച്ചതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ചെറുതായിട്ടൊന്ന് കൂട്ടി പറഞ്ഞാണ് അവർ, അത്ര ഒന്നുമല്ല. അതായത് വണ്ടി വിറ്റിട്ട് അതിൻ്റെ പകുതിയിൽ കുറഞ്ഞുള്ളൊരു പകുതി പൈസ എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ വണ്ടി വിറ്റ്. അപ്പോൾ അതിൽ തന്ന പൈസ, ബാക്കിയുള്ള പൈസ നമ്മൾ തന്നെ മാനേജ് ചെയ്ത് അങ്ങനെ എടുത്തതാണ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക്. അത്ര ഇഷ്ടം കൊണ്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അന്ന് എടുത്തപ്പോഴത്തേക്കും വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുണ്ടായി, ചുറ്റുവട്ടത്തുള്ളൊരു എതിർപ്പുണ്ടായി. അപ്പോൾ നമ്മളതൊന്നും നോക്കാണ്ടാണ് നമ്മൾ സാധനം എടുത്തത്. ഇപ്പോൾ ഇതിനെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മോൺസ്റ്റർ ട്രക്കിന് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം, ഓക്കെ. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. കൊടുത്തത് ആ MBDയുടെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായ സമയത്ത്. കാരണം ആ വണ്ടി പുറത്തിറക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമുക്കത് പുറത്തിറക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ വണ്ടി എടുത്ത് ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്യാം. ഇതിൽ ലൈറ്റൊക്കെ വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം നമ്മുടെ ക്രോളറിൽ. പക്ഷേ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്ര വിലയുണ്ട്. കാരണം ഒരു 6000 രൂപ എടുത്തിട്ടാണ് ഒരു ലൈറ്റ് കിറ്റ് മേടിക്കണത്. അല്ലെങ്കിൽ ഒരു പാർട്സ് അപ്ഗ്രേഡിങ് പാർട്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് കിറ്റ് ക്രോളറിൻ്റെ മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പോൾ അതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റേ വലിയ വണ്ടി MBD പിടിക്കും, ഇത് MBD പിടിക്കത്തില്ല, നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് നടക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. എന്ത് മോഡിഫിക്കേഷൻ നമുക്ക് ഇതിൽ ചെയ്യാം, ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല ഗൈസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ട്രക്കിനെ കുറേ നാളായിരുന്നു ഓടിച്ചിട്ട് നമ്മുടെ മോൺസ്റ്റർ ട്രക്കിനെ ഓടിക്കാം, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രക്കിനെ ഓടിക്കാൻ പോവാണ്. കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, അത് നമ്മൾ ന്യൂസിന് വേണ്ടി വീഡിയോ എടുത്തിട്ട് കുറച്ച് ചെളിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ഫുള്ളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കണം. നമ്മുടെ റിമോട്ട് സെറ്റാണ്. ഇതിപ്പോൾ ചാറിനാണ്ട് എനിക്കും പേടിയാണ് ഗൈസ്. അത് കാരണം ഇത് ആദ്യമായിട്ടാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്, ഒരു അപകടകാരിയാവുന്നത്. നമ്മളെല്ലാം സൂക്ഷിച്ചൊക്കെയാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരാളെ പോയി ഇടിച്ച് ചോര കാണുന്നത്. ഗൈസ് തലകുത്തി മറിഞ്ഞ് ഗൈസ്. നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇപ്പോൾ തലകുത്തി മറിഞ്ഞ സീനാണ് ഇപ്പോൾ കണ്ടത്. ഇത് തന്നെയാണ്, ഇത് ഒന്ന് ബ്രേക്ക് പിടിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്, തലകുത്തി മറിഞ്ഞത് കേട്ടോ. സ്ക്രാച്ച് കിട്ടി കണ്ടോ, ഇതാണ് പ്രശ്നം. ഇതിപ്പോൾ രണ്ടാമത് ഫസ്റ്റ് ഒരുപാട് സ്ക്രാച്ച് ഉണ്ടായി കണ്ടോ, ബാക്കിലൊക്കെ സ്ക്രാച്ചാണ്. അപ്പോൾ നമ്മളത് രണ്ടാമത് പെയിൻറ്റ് ചെയ്തായിരുന്നത്. ഇവിടെ കാർബൺ ഫൈബറിൻ്റെ കോട്ടിംഗ് ഒക്കെ ചെയ്ത് തന്നായിരുന്നു നമുക്കൊരു ടീം. ഇനിയും ഇത് പെയിൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ കുറച്ച് സ്ക്രാച്ചും കൂടെ ആയിട്ട് പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചിരുന്നത്. പക്ഷേ നമുക്കിവിടെ ഗ്രില്ലൊക്കെ വെക്കാനുണ്ട്, ലൈറ്റ് വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ അതെ, ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകാം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്പീഡ് കുറച്ചിട്ടേക്കാണ്. കാരണം എങ്ങാനും ഇനി മറിഞ്ഞു കഴിഞ്ഞാൽ സീനാവും. നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് നടുക്ക് അവിടെ നിന്ന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ സംബന്ധിച്ചാൽ അവന് പോകാൻ പറ്റും, കാരണം വെള്ളമാണ് കണ്ടോ. ഈ വഴി മൊത്തത്തിൽ വെള്ളമാണ്. ഇതുപോലെ അട്ടയുണ്ടാക്കി കടിച്ച് സീനാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് അവൻ സിമ്പിളായിട്ട് പൊക്കോളും, നോ സീൻ. ചെളിയും വെള്ളമൊക്കെ ഉണ്ട് അവിടെ. അവിടെ വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകണല്ലോ ഗൈസ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ മൊത്തം വെള്ളമാണ്. നമുക്കിനി പതിയെ വിളിക്കാം അങ്ങോട്ട് തിരിച്ച്. മഴ ചെയ്തു, സമാധാനമായി. മഴ പെയ്ത്
നമ്മുടെ മോൺസ്റ്ററൊക്കെ മൊത്തത്തിൽ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്, എന്നാലും ഒന്ന് കഴുകാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെളിയുണ്ട്. മഴയൊക്കെ പെയ്ത് നമ്മൾ ബോട്ട് ഓടിക്കുന്ന സ്ഥലമാണിത്. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ബോട്ട് ഇറക്കും. കൊണ്ട് മാറിക്കോ. ഇപ്പം എല്ലാവർക്കും പേടിയുണ്ട് കൈസ്. അത് കുറച്ച് ടെററാണ് ഇപ്പോൾ. ഇടിച്ച് ചോര കാണിച്ചേക്കണ പറഞ്ഞേ. പെയ്ത് നമ്മളങ്ങനെ വണ്ടികളൊക്കെ കയറ്റി. ഇതേ കുട്ടുവിൻ്റെ വണ്ടിയും കൂടി ഉണ്ട്, ഷോർട്ട് കോസും കൂടി ഉണ്ട് ഗൈസ്. ഇവൻ്റെ പേര് കണ്ണനാണ്. മാസ്ക് മാറ്റി അതാൻ്റെ കൂട്ടുകാരൻ അമ്പാടി. മാസ്ക് കാട്ടാ. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവനെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് നീടെ നിൽക്കാ ഗൈസ്. ഇവനെ പെട്രോള് തീർന്നിട്ട് പൈസ വെച്ച് വിളിച്ചാ പണ്ടെന്തോ. എന്നിട്ട് അപ്പം ഇവനെന്താ പറയുന്നറിയോ, 30 രൂപ മേടിക്കാൻ വേണ്ടി ഒരു കൂട്ടാൻ്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. 5 കിലോമീറ്റർ 30 രൂപ മേടിക്കാൻ വേണ്ടി. മഴ തിന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ വെള്ളം പൊങ്ങിയില്ല. നമുക്ക് ബോട്ട് ഓടിക്കാൻ ഭാഗ്യമില്ല ഗൈസ്. നിങ്ങൾ വീഡിയോ കാണാറുണ്ടോടാ? സബ്സ്ക്രൈബർ ആണോ? അത് ശരി. നിന്റെ പേരെന്താ? നീരജ്. നിന്റെ പേരോ? അച്ചു. ബാക്കിൽ ഇരിക്കണ പേരോ? ആസിഫ്. അടിപൊളി. പോകട്ടെ. സഞ്ജുക്കള് ഗൈസ് എവിടെ പോയാലും വായ നോക്കിക്കണവൻ. ഇവനെപ്പോഴാ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഗൈസ് സഞ്ജു സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ മേടിച്ചോണ്ട് വരികയാണ്. വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഓടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും തുറന്നു നോക്കിയപ്പോഴത്തേക്കും കണ്ടത് ഒരു കൊട്ട ചെളിയാണ്. ഇത് കണ്ടോ, ബോഡിയിലും നല്ല രീതിയിൽ ചെളിയുണ്ട്. പുല്ല്, ഇവിടെയും ചെളി, എല്ലായിടത്തും ചെളിയാണ്. അപ്പോൾ ഇവനെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം ഇനി. അപ്പോൾ കുളിസീനൊന്നും കാണിക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ അമ്മ തോർത്തുങ്ങരുത് അമ്മേ.